ഹായ് എവരിവൺ, ബിയോണ്ട് ദ പ്ലേറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഇംഗ്ലീഷ് ഡെസേർട്ടായ ബനോഫി പൈ ആണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ്, കുറച്ച് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്, അരക്കപ്പ് വിപ്പിംഗ് ക്രീം, 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തത്, കുറച്ച് ബനാന. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കദളിപ്പഴമാണ്. ഇതിന് പകരം റോബസ്റ്റ പഴം എടുക്കാം. ഇനി ഇതിലേക്കുള്ള ടോഫി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് മിൽക്ക് മെയ്ഡ് വെച്ച് കൊടുക്കാം. അത് ചെരിച്ച് വേണം ഇതിലിട്ട് കൊടുക്കാൻ. മിൽക്ക് മെയ്ഡ് ഇട്ടതിന് ശേഷം 1 ഇഞ്ചിക്ക് വെള്ളം മുകളിലായി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വന്ന് രണ്ടാമത്തെ വിസിൽ വരുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഇതൊന്ന് ഓഫാക്കാം. ഞാനിവിടെ ഒരു വിസിൽ വന്നപാട് കുക്കർ ഓഫാക്കിയ കാരണം ടോഫിയുടെ കളർ കുറച്ച് ലൈറ്റായി പോയി. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു വിസിൽ വന്ന് രണ്ടാമത്തെ വിസിൽ വരുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഓഫ് ചെയ്താൽ മതി. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ബിസ്ക്കറ്റിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന മോൾഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് ക്രംസ് ആണ് ആവശ്യം. അതുകൊണ്ട് അത് ഫൈനായി പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ബിസ്ക്കറ്റ് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഗ്രീസ് ചെയ്തൊരു മോൾഡ് എടുത്ത് അതിലേക്ക് ബിസ്ക്കറ്റ് ക്രംസ് ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു ലെയറാക്കി സെറ്റ് ചെയ്യാം. ഇനി ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് അതിൻ്റെ അടിവശം കൊണ്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓവറായി പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടാതെ വരും, മോൾഡിലേക്ക് പറ്റി പിടിച്ചു പോകും. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനു മുമ്പ് ബീറ്ററിൻ്റെ വിസ്കും ബൗളും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ ചെയ്താൽ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് സ്റ്റിഫായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ നല്ലപോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ടോഫി ഒരു ബൗളിലേക്ക് മാറ്റി ഒരു സ്പാച്ചില വെച്ച് അത് നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി നേരത്തെ എടുത്തു വെച്ച ബിസ്ക്കറ്റിന് മുകളിലായിട്ട് ടോഫി ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ടോഫിയുടെ മുകളിലായി സ്ലൈസ് ചെയ്ത് വെച്ച പഴം ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്ത് ഒരു സ്പാച്ചില വെച്ച് ഇതൊരു ലെയറാക്കി എടുക്കാം. ഇനി ഇത് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുക്കാം. ബനോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ചതിന് ശേഷം മോൾഡ് ഒന്ന് ഊരിയെടുക്കാം. സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ഇംഗ്ലീഷ് ഡെസേർട്ടായ ബനോഫി പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കഴിക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.